ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സേമിയ ഉപ്പുമാവാണ് കേട്ടോ. ഒരു ദിവസം അങ്ങനെ അങ്ങ് പോകും സേമിയ ഉപ്പുമാവ്. ഈ സേമിയ ഉപ്പുമാവിന് എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അച്ചാറാണ് കേട്ടോ. അച്ചാറെന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാർ. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിലേ ആണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മാങ്ങാക്കറി, നാരങ്ങ അച്ചാറിനൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഞാനത് മാറ്റി മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ എന്നൊക്കെ ആക്കിയത്. അപ്പോൾ ഞാനിതിന് മാത്രമല്ല കേട്ടോ മാങ്ങ അച്ചാർ കൂട്ടണത്. എൻ്റെ ഒരു കോമ്പിനേഷനാണ് പുട്ടും പുളിശ്ശേരിയും മാങ്ങ അച്ചാറും എൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും, പക്ഷേ എനിക്കിഷ്ടമാണ്. നിങ്ങളത് കഴിച്ച് നോക്കൂ. എല്ലാവരും പുട്ടും കടലയും പുട്ടും പഴവും പുട്ടും ചെറുപയറും അങ്ങനെയും കൂട്ടും. പക്ഷേ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ഞാൻ പുട്ടും പുളിശ്ശേരിയും ഈ അച്ചാറും കൂടെയാണ് കൂട്ടുക. വിചിത്രമായ കോമ്പിനേഷനുകൾ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പുമാവിലേക്ക് കടക്കാം. സാധാരണ പോലെ തന്നെ ഉരുളി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ നെയ്യിന് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇന്ന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിടുക, ഉഴുന്നിടുക, പൊട്ടുകടല ഇടുക. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ വേണമെങ്കിൽ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് നമുക്ക് 2-3 നട്ട്സും കൂടെ ഇടാം. നട്ട്സും ഇട്ട് എനിക്ക് ഉഴുന്ന് കടിക്കണത് ഇഷ്ടമാണ്. പിന്നെ കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പം ഞാൻ സാധാ ഉപ്പുമാവ്, റവ ഉപ്പുമാവിനൊക്കെ ഉഴുന്നും നട്ട്സും ഒക്കെ ഇടും കേട്ടോ. പിന്നെ മുന്തിരി, കിസ്മിസ് ഇല്ല, ഉണക്കമുന്തിരി ഇട്ടാലും ഉപ്പുമാവിന് ഒരു ഇങ്ങനെ കാണാനും ഭംഗിയുണ്ടാവും. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴും ഒരു മധുരം പോലെ ഉണ്ട്, അതും നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേ മുളകും കറിവേപ്പിലയൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, സവോള, പച്ചമുളക്, പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ അതിൻ്റെ കളറുണ്ടല്ലോ, പച്ച കളർ കിട്ടും ഫ്രോസൺ ആകുമ്പം. മറ്റേ ഉണക്ക ആകുമ്പം നമ്മൾ തലേദിവസം വെള്ളത്തിലിടണം. അപ്പം ഞാൻ വേവിക്കണം, അപ്പോൾ അത് മറന്നും പോകും മിക്കവാറും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രോസൺ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതായത് സേമിയ വേവൻ ആവശ്യമുള്ള വെള്ളം, സേമിയയ്ക്ക് അധികം വേവില്ലല്ലോ. പിന്നെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം, വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ സേമിയയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന വറുത്ത സേമിയ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഇടാം. അങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി, ഇതിന് പിന്നെ അധികം വേവില്ല, ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചേർക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക്. ഞാനിതിൽ തേങ്ങ ചേർക്കുന്നുണ്ട്. ഞാൻ വീട്ടിലൊക്കെ നന്നായിട്ട് തേങ്ങ ചേർക്കും, പക്ഷേ കല്യാണം കഴിഞ്ഞ് തൃശ്ശൂർ വന്നപ്പം ഇവിടെ അങ്ങനെ തേങ്ങ ചേർക്കൽ കുറവാണ്. ഇവിടെ തോരൻ എന്നുള്ള ഉപ്പേരിയാണ് തേങ്ങ ചേർക്കാത്ത. കാരണം കായും പയറും മെഴുക്കുവരട്ടി, എല്ലാം മെഴുക്കുവരട്ടിയാണ് കൂടുതലും. തേങ്ങ ചേർത്തുള്ള തോരൻ കുറവാണ്. ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ആദ്യമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഉപ്പേരി വേണമെന്ന് ചോദിക്കുമ്പോൾ കായ വറുത്തതാണ് അപ്പോൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതേപോലെ സദ്യക്ക് ഞാൻ മലപ്പുറത്ത് ചെന്നിട്ടാണ് ആദ്യമായിട്ട് സദ്യ കഴിച്ചപ്പം ഇലയുടെ സൈഡിൽ കാളനുണ്ടെങ്കിൽ ചമ്മന്തി പോലെ, പക്ഷേ എനിക്കത് മനസ്സിലായിട്ടില്ല കാളനാന്നുള്ളത്. അപ്പം ഞാൻ വീണ്ടും കാളൻ ചോദിക്കുമായിരുന്നു. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റിയേ. അപ്പോൾ നമുക്കിതേ ഉപ്പുമാവും അച്ചാറും കഴിച്ചിട്ട് വരാമേ. ഓക്കേ.